നമസ്തേ, ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഗർഭധാരണത്തിന് അല്പം താമസം നേരിട്ട് കഴിയുമ്പോൾ ഈ ദമ്പതികളെ സഹായിക്കാനായിട്ട് ഉള്ള ഒരു പ്രക്രിയയാണ് ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IUI. ഈ IUIയിൽ പ്രിപ്പയർ ചെയ്ത് വാഷ് ചെയ്ത സ്പേം യൂട്രസിൻ്റെ അകത്തേക്ക് ഓവുലേഷൻ്റെ ടൈമിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു പ്രക്രിയയാണിത്. റൈറ്റ് എമൗണ്ട് ഓഫ് സ്പേം അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് നമ്മൾ പറയും. സാധാരണഗതിയിൽ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള സാധ്യത ഓരോ സൈക്കിളിലും 5% IUIയിൽ അത് ഇരട്ടിയാണ്, 10%. എന്നാൽ ഓവുലേഷന് വേണ്ടിയുള്ള മെഡിക്കേഷൻസ്, ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഈ പ്രഗ്നൻസിയുടെ റേറ്റ് 20% നമ്മൾ IUIയിൽ കാണുന്നുണ്ട്. ഇതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് കഴിഞ്ഞ് ജോലിക്ക് പോകാമോ തുടങ്ങിയൊക്കെ സംശയങ്ങൾ കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ ഓവുലേഷന് വേണ്ടിയുള്ള മെഡിക്കേഷൻസോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സീരിയലായിട്ട് ഇവരെ മോണിറ്റർ ചെയ്യും. ഈ ഫോളിക്കിളിൻ്റെ സൈസ് ഒരു 18 മില്ലിമീറ്ററിൽ കൂടുതലായി കഴിയുമ്പോൾ ഒരു ട്രിഗർ HCGയുടെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഓവുലേഷന് വേണ്ടി കൊടുക്കാറുണ്ട്. ഈ ഓവുലേഷൻ സാധാരണഗതിയിൽ ഇഞ്ചക്ഷന് ശേഷം ഒരു 36 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് നടക്കുക. IUI നമ്മൾ സാധാരണ ടൈം ചെയ്യുക ഈ ഇഞ്ചക്ഷന് ശേഷം ഒരു 24 മുതൽ 36 മണിക്കൂറുകൾക്കിടയിലാണ്. സാധാരണഗതിയിൽ സിംഗിൾ IUI ആണ്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ 2 പ്രാവശ്യം ഡബിൾ IUIയും ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഒരു 24 മണിക്കൂർ ഇൻ്റർവെല്ലിലായിരിക്കാം. അപ്പോൾ ഈ ചെയ്യുന്ന ഈ പ്രൊസീജിയറിൽ സാധാരണ ഏത് ഗൈനക്കോളജിക്കൽ എക്സാമിനേഷന് നമ്മൾ കിടക്കുന്നത് പോലെയുള്ള പ്രൊസീജിയറിലാണ് ചെയ്യുക. വേദനയൊന്നും ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയറല്ല. ഒരു വളരെ ഫൈനായിട്ടുള്ള ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ട്യൂബ് വഴി യൂട്രസിൻ്റെ നെക്കിൽ കൂടെ ഈ യൂട്രസിൻ്റെ അകത്തേക്ക് ക്യാവിറ്റിയിലേക്ക് ഈ സ്പേം നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പ്രഗ്നൻസി ആവാത്തവരിൽ ഈ IUI ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽ ഫാക്ടർ, മൈൽഡായിട്ടുള്ള മെയിൽ ഫാക്ടർ, അതായത് ബീജത്തിൻ്റെ കൗണ്ട് അല്പം കുറവോ അല്ലെങ്കിൽ അതിൻ്റെ മോട്ടിലിറ്റിയിൽ അല്പം കുറവൊക്കെ ഉള്ള സാഹചര്യങ്ങളിലും ഈ സ്പേമിൻ്റെ പ്രിപ്പറേഷൻ, ഈ സ്പേമിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്പേം യൂട്രസിനകത്തേക്ക് നിക്ഷേപിക്കുവാനും സഹായിക്കുന്നുണ്ട്. ഈ പ്രഗ്നൻസി റേറ്റ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഏജ്, അതായത് ഏത് പ്രഗ്നൻസി പ്രക്രിയകളിലും നമ്മൾ പറയും ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ലെസ് ദാൻ 35 ഉള്ള ഏജ് ഉള്ളവരിൽ ഈ പ്രഗ്നൻസി സാധ്യത കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ ഫലോപ്പിയൻ ട്യൂബ് ഓപ്പൺ ആയിരിക്കണം. ചിലർക്ക് ഈ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പേറ്റൻസി ചെക്ക് ചെയ്യാതെ തന്നെ IUI ചെയ്താൽ, പക്ഷേ ഫെയിൽഡ് ആയിട്ടുള്ളവർ നമ്മൾ തീർച്ചയായിട്ടും ഈ ഫലോപ്പിയൻ ട്യൂബ് ഓപ്പൺ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള HST പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. കാരണം പ്രഗ്നൻസിക്ക് വേണ്ടി ഒരു അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഫലോപ്പിയൻ ട്യൂബ് ഓപ്പൺ ആയിരിക്കുക എന്നത്. സാധാരണഗതിയിൽ പ്രഗ്നൻസിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്: ഓവറിയിൽ നിന്ന് ഓവം പുറത്തു വരിക, അതായത് ഓവുലേഷൻ നടക്കുക, സ്പേമിൻ്റെ ക്വാണ്ടിറ്റി നന്നായിരിക്കുക അല്ലെങ്കിൽ ക്വാളിറ്റി നന്നാവുക, അതുപോലെ ഈ സ്പേമും ഓവവും കൂടെ മീറ്റ് ചെയ്യുന്നത് ഈ ഫലോപ്പിയൻ ട്യൂബിലാണ്. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബ് ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ ഈ IUIയിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ വാഷ് ചെയ്ത സ്പേം യൂട്രസിനകത്ത് നമ്മൾ നിക്ഷേപിക്കുന്നു. അപ്പം ഓവം ഈ സ്പേമുമായി, ഈ ബീജവുമായി സംയോജിക്കുന്നത് ഈ ഫലോപ്പിയൻ ട്യൂബിലാണ്. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബ് ഓപ്പൺ ആയിരിക്കണം. ഇതാണ് IVFും IUIയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. IVFിൽ, അതായത് ടെസ്റ്റ് ട്യൂബ് പ്രഗ്നൻസിയിൽ നമ്മൾ ഈ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ആവശ്യകത അവിടെ ഇല്ല. ഫലോപ്പിയൻ ട്യൂബ് ഓപ്പൺ ആവേണ്ട ആവശ്യകതയില്ല. കാരണം ഈ അണ്ഡവും ബീജവും നമ്മൾ കൃത്രിമമായി ബീജസങ്കലനം പുറത്ത് വെച്ച്, മനുഷ്യ ശരീരത്തിന് പുറത്ത് വെച്ച് നടത്തിയതിന് ശേഷമാണ് ഇത് യൂട്രസിലേക്ക് ഈ എംബ്രിയോയെ നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ IUIയുടെ സൈഡ് ഇഫക്ട്സ്? ചിലർക്ക് ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാം, ചിലർക്ക് ഇൻഫെക്ഷൻ്റെ ഒരു സാധ്യതയും ഉണ്ട്. പക്ഷേ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മെത്തേഡ്സും സ്വീകരിച്ചിട്ടാണ് ഈ പ്രക്രിയ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് തുടങ്ങിയ പ്രോബ്ലംസൊക്കെ ഈ ഓവുലേഷൻ്റെ മെഡിക്കേഷൻ മൂലം IUI ഉണ്ടാകാം. IUI എന്ന പ്രക്രിയയുടെ പ്രോബ്ലം അല്ലാതെ ഈ ഓവുലേഷൻ മെഡിക്കേഷൻസിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ടാകാറുള്ളത്. പിന്നെ IUI ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരോട് സാധാരണ ഒരു 15 മിനിറ്റ്
കോട്ടയിൽ തന്നെ നമ്മൾ കിടത്താറുണ്ട്. അതിനുശേഷമാണ് അവർക്ക് സാധാരണ അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല. മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് അവർ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസൊക്കെ ജോലിയൊക്കെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനുവേണ്ടി അവധിയെടുത്ത് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല. IUIക്ക് ശേഷം ചിലർക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പേടിയാണ്. സാധാരണഗതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. അതുപോലെ ഇൻ്റർകോഴ്സ് ആണെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നത് ഈ IUI എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നതിന് ഒരു 2 ദിവസം മുമ്പ് വരെയും കോൺടാക്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അതിന് ശേഷവും IUIക്ക് ശേഷവും കോൺടാക്റ്റ് ചെയ്യുന്നതിന് പ്രോബ്ലമില്ല. പിന്നെ നമ്മൾ പറയാറുള്ളത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് അങ്ങനത്തെ എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഒത്തിരി സ്ട്രെനുവസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ IUIക്ക് ശേഷം നമ്മൾ 14 ദിവസത്തേക്കിന് ഒരു പ്രൊജസ്ട്രോണിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ടാബ്ലറ്റ് സാധാരണ കൊടുക്കാറുണ്ട്. ഈ 14 ദിവസത്തിന് ശേഷമാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വരാനായിട്ട് പെൺകുട്ടികളോട് നമ്മൾ പറയാറുള്ളത്. ഈ സർവൈക്കൽ ഫാക്ടർ പ്രോബ്ലം ഉള്ളവർക്കും ഈ IUI ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതായത് യൂട്രസിൻ്റെ നെക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഈ പ്രഗ്നൻസി ആകാൻ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ കത്തീറ്റർ ഈ യൂട്രസിൻ്റെ നെക്കിനെ ഓവർകം ചെയ്താണ് ഈ നല്ല സ്പേമിനെ യൂട്രസിനകത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സർവൈക്കൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിക്കും ഈ IUI ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ IUIയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. നന്ദി, നമസ്കാരം.